ഹലോ നമസ്കാരം. അങ്ങനെ വീണ്ടും ഒരു യൂറോപ്യൻ ട്രിപ്പ് സമാഗമമായിരിക്കുകയാണ്. ഇത്തവണത്തെ ട്രിപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കൂടെ നമ്മുടെ നൈലമോളും ഉണ്ട്. അങ്ങനെ വെളുപ്പിന് 6 മണിക്കുള്ള ഫ്ലൈറ്റും കയറി നമ്മൾ നേരെ പോകുന്ന ഡച്ചുകാരുടെ സ്വപ്നഭൂമിയായ ആംസ്റ്റർഡാമിലേക്ക്. നൈലമോൾക്ക് 2 വയസ്സായിട്ടില്ല, പക്ഷെ ആംസ്റ്റർഡാമിൽ അവൾ അടിച്ചു പൊളിക്കുമായിരിക്കും. അങ്ങനെ നേരെ ആംസ്റ്റർഡാം എയർപോർട്ടിലെത്തി ലഗേജ് എടുത്ത് ക്ഷീണിതരായി നടന്നു നീങ്ങി നമ്മൾ KLMന്റെ പഴയ ഫ്ലൈറ്റിന്റെ കുറച്ച് പാർട്സൊക്കെ എക്സിബിഷൻ വെച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയും കണ്ടും ഇങ്ങനെ പതിയെ പതിയെ നടന്നു നീങ്ങിയപ്പോൾ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കട കണ്ടു. അവിടെ നിന്നൊരു പിസ്സയും റോളും ഒക്കെ വാങ്ങി തന്ന് നേരെ ടിക്കറ്റും എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു ആംസ്റ്റർഡാം സെൻട്രൽ ട്രെയിൻ പിടിക്കാൻ. പ്ലാറ്റ്ഫോമിൽ നിന്ന് ഹാരി പോട്ടർ കളിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ട്രെയിൻ വന്നത് നമ്മൾ നേരെ ലഗേജും നമ്മളെയും ഉൾപ്പെടെ ട്രെയിനിനകത്തോട്ട് എടുത്തിട്ട് കൈയും കാലും ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും ആംസ്റ്റർഡാം സെൻട്രലിലെത്തി. നമ്മുടെ ആംസ്റ്റർഡാം ട്രിപ്പിൻ്റെ ഡേ 1 നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വീടിൻ്റെയും ചോക്ലേറ്റിൻ്റെയും മണം നിറഞ്ഞ ഈ നഗരത്തിലൂടെ നമ്മളിങ്ങനെ കുറച്ച് ദൂരം നടന്നു നീങ്ങി. അപ്പോൾ രാവിലെ ഫ്ലൈറ്റ് പിടിക്കാനായി ഉറക്കമുളച്ചതിൻ്റെ ക്ഷീണം മാറ്റാനായി ഇവിടുത്തെ പോപ്പുലർ ആക്ടിവിറ്റിയായ ക്രൂസ് കനാൽ ചെയ്യാമെന്ന് കരുതി. ജലാശയങ്ങളിലൂടെ ഇങ്ങനെ ഒഴുകി നീങ്ങുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. പണ്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉപയോഗിച്ച കപ്പൽ, ഡാൻസിങ് ഹൗസുകൾ, ആംസ്റ്റൽ ഹോട്ടൽ, പിന്നെ ഈ നഗരത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികൾ, ഒരുപാട് കഥകൾ പറയാനുണ്ട് ഈ നഗരത്തിന്. ഒപ്പം നമ്മുടെ നൈലമോളുടെ കൊച്ചു കഥകളും. അവൾ ഈ യാത്ര ഇങ്ങോട്ട് തുടങ്ങിയപ്പോഴേക്കും ഓണായി. പിന്നെ ചിരിച്ചും കൈകൊട്ടിയും അവൾ ആ യാത്ര ശരിക്കും ആസ്വദിച്ചു. ഈ യാത്രയിൽ ഞങ്ങളെക്കാൾ വേഗത്തിൽ അവൾ പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കി. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് സെൻട്രലിലേക്ക് എത്തി. ആംസ്റ്റർഡാമിലൂടെ നടക്കുമ്പോൾ വണ്ടികളെക്കാൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത് സൈക്കിളുകളെയാണ്. ഒന്നും വാങ്ങില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും ചുമ്മാ കടയിലേക്ക് നോക്കി നിന്ന പ്രിയയും വിളിച്ചുകൊണ്ട് വിശപ്പടക്കാൻ ഒരു ഷവർമ കഴിക്കാമെന്ന് കരുതി. നമ്മുടെ നാട്ടിലെ ഷവർമയുടെ സ്വാദ് വേറെ തന്നെയാണ്. അവിടെ എത്തിയപ്പോൾ ഷവർമയുടെ തനി നിറം മനസ്സിലായി. കഴിച്ച ഷവർമയുടെ ദുഃഖം മാറ്റാനായി നമ്മളൊരു ബസ്സിൽ കയറി നേരെ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലേക്ക് പോയി. അവിടെ കുറച്ചു നേരം വിശ്രമിച്ച ശേഷം നമ്മൾ പിന്നെയും കാഴ്ചകൾ കാണാനായി പുറത്തേക്ക് ഇറങ്ങി. നേരെ ട്രാമിൽ കയറുന്നതിന് മുമ്പ് ഒരു ബക്ലാവ ഷോപ്പിൽ കയറി കുറച്ച് ബക്ലാവ വാങ്ങി. ബക്ലാവയും കഴിച്ചുകൊണ്ട് നഗരക്കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ നീങ്ങി നമ്മൾ നേരെ ചെന്നിറങ്ങിയത് പൈതൺ ബ്രിഡ്ജിന്റെ അടുത്താണ്. പൈതൺ ബ്രിഡ്ജ് പ്രത്യേകിച്ചൊന്നുമില്ലെങ്കിലും ഒരു പാമ്പിന്റെ ഷേപ്പിൽ പണിതിരിക്കുന്ന ഒരു മോഡേൺ ആർക്കിടെക്ചറൽ ബ്രിഡ്ജാണ്. ആംസ്റ്റർഡാമും കുറച്ച് റെസിഡൻഷ്യൽ ഏരിയയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ബ്രിഡ്ജിന്റെ മോളിൽ നിന്നാൽ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ കാണാം. ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് നമ്മൾ താഴേക്ക് വന്നപ്പോൾ നൈലമോൾ ഒരു പൂച്ചയുമായിട്ട് അങ്ങനെ കളിയായി. അവിടുന്ന് നൈലമോളെയും പൊക്കി നേരെ തിരികെ അക്കോമഡേഷനിൽ വന്നു. ചെറിയൊരു ഗ്രോസറി ഷോപ്പിങ്ങും ഡിന്നറും കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഡേ 1. ഡേ 2 നിങ്ങൾ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ?